രാവിലെ ആയപ്പോഴത്തേക്കും തലേന്നത്തെ കറിയുണ്ട്, പൊരിച്ച മീനുണ്ട്. അങ്ങനെ വലിയ ജോലി എനിക്കില്ലായിരുന്നു രാവിലെ. അങ്ങനെ അപ്പുറത്ത് പിള്ളേർ വന്ന് പറഞ്ഞ് അപ്പുറത്ത് ചേച്ചി എന്തോ ഐസ്ക്രീമിൻ്റെ പരിപാടി എന്തോ നോക്കുന്നു. ഞാൻ വിചാരിച്ചൊന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ പൊട്ടറ്റോ വെച്ചൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടപ്പോഴാണ് ഈ വിവരം ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ നേരെ അപ്പുറത്ത് അടുക്കളയിൽ പോയപ്പോഴത്തേക്കും ചേച്ചി എന്തൊക്കെയോ അവിടെ പാൽപ്പൊടിയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ പണിയുന്നുണ്ട്. ഞാനും ആ കൂട്ടത്തിൽ കൂടി. മക്കളെല്ലാം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് വന്നതിൻ്റെ കിച്ചണിൽ നോക്കിയിട്ട് ഇതിനകത്തുള്ള മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് അപ്പുറത്തോട്ട് പോകും. അങ്ങനെ ഇത് മറ്റേ കമ്പ് ഐസ്ക്രീം ഉണ്ടല്ലോ, അതാണ്. അങ്ങനെ സേമിയൊക്കെ മേടിച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ എനിക്ക് സേമിയ വെച്ച് എന്തോ ഉണ്ടാക്കണമെന്ന് തോന്നി. പക്ഷേ ഫ്ലോപ്പായി പോയി. ഞാൻ സേമിയ എല്ലാം കൂടി എടുത്ത് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കും വലിയ സേമിയായിപ്പോയി. അത് പൊടിച്ചൊക്കെ ഇല്ല ഇടണ്ട. പിന്നെ പാലൊഴിച്ച് വെള്ളമൊഴിച്ച് പഞ്ചാര ഇട്ട് എത്ര എങ്ങോട്ടായിട്ടും എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയോ അത് എന്തൊക്കെയോ കുറുക്കിയെടുത്തു. പക്ഷേ അതൊന്നും കഴിക്കാൻ പറ്റിയില്ല. ആർക്കും കൊടുത്തതുമില്ല. അതുകൊണ്ട് കളയാനേ പറ്റത്തുള്ളായിരുന്നു. അത് ഫ്ലോപ്പായിപ്പോയി. പിന്നെ ദാണ്ട് ഇതിനകത്ത് ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് മറ്റേലോ കമ്പ് വെച്ച് കുത്തി ഇങ്ങനെ വെക്കും. അങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. മക്കളൊക്കെ അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ പിറ്റേന്ന് വരെ വെയിറ്റ് ചെയ്ത് ദാണ്ട് സംഭവം സെറ്റായിട്ടുണ്ട്. എനിക്ക് കിട്ടിയതും കൊണ്ട് ഞാനങ്ങ് പോയി. അല്ലെങ്കിൽ എൻ്റെതും കൂടെ ഇതുങ്ങളൊക്കെ അകത്താക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.